എനിക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ സാറിനെ വലിയ ഇഷ്ടമാണ്, അദ്ദേഹം വലിയ ഭക്തനാണെന്ന് അറിയുന്ന വ്യക്തിയാണ്. പക്ഷെ അങ്ങയ്ക്ക് പോലും ഇസ്ലാമോ ഫോബിയ പാടില്ലെന്ന് പറഞ്ഞ് അടുത്ത വാക്ക് ഹിന്ദു ഫോബിയ എന്ന് വന്നപ്പോ അത് പറയാതെ കടിച്ചു പിടിച്ചത് ഞാൻ മാത്രമല്ല, ശ്രീ അഭിലാഷും ഒരുപക്ഷെ പ്രേക്ഷകരും ശ്രദ്ധിച്ചു കാണും. അത് മാത്രമാണ് ഞങ്ങൾക്കുള്ള വിഷമം. അല്ലെങ്കിൽ ഹിന്ദുക്കളുള്ള ഒരു രാജ്യത്ത് ഹിന്ദു ഫോബിയ എന്ന വാക്കിന് എന്താണ് പ്രസക്തി? അവിടെ എന്ത് കോണ്ടെക്സ്റ്റിലാണ് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞതെന്ന് ഉദയനിധി സ്റ്റാലിൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ദിവസം ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. ഇപ്പൊ ഈ വിഷയത്തിൽ ഒരു മുസ്ലിം നാമധാരി ആയിരുന്നു ഈ പാസ് കൊടുത്തത് എങ്കിൽ ഇപ്പൊ എന്താകുമായിരുന്നു കഥ എന്ന് ചോദിച്ചതിനെ താങ്കൾ ഈ സനാതന ധർമ്മ വിവാദവുമായിട്ടൊക്കെ കൂട്ടിക്കെട്ടേണ്ട കാര്യമുണ്ടോ? അതിനോട് ഡിസഗ്രി ചെയ്യുന്നു. അല്ല അഭിലാഷ്, ഒരു കാര്യം മാത്രം, അതിനോട് ആരും ഡിസഗ്രി ചെയ്യുമെന്ന് തോന്നുന്നില്ല. ശ്രീ രാജ്ദീപ് സർദേശായിയെ പോലെ ഒരു സെൻട്രിസ്റ്റോ സെന്റർ ലെഫ്റ്റോ ഒക്കെ നിൽക്കുന്ന വ്യക്തിയുടെ പോലും ട്വീറ്റ് ആ അവസരത്തിൽ പല ആൾക്കാരും ശ്രദ്ധിച്ചു കാണും. ഇത് ഒവൈസിയോ അല്ലെങ്കിൽ ഡാനിഷ് അലിയോ ഒക്കെ അവരാണ് പാസ് കൊടുത്തിരുന്നെങ്കിൽ എന്താവും എന്നുള്ളത് തീർച്ചയായിട്ടും അതൊരു ഇഷ്യൂ ആണ്. പക്ഷേ സനാതനധർമ്മം ഡെങ്കു മലേറിയ ആണ് എന്ന് പറയുമ്പോൾ സാർ ബാലൻസ് ചെയ്യാനെങ്കിലും, അതും രാജ്മോഹൻ ഉണ്ണിത്താൻ സാറിനെ പോലെ നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ബാലൻസ് ചെയ്യാനെങ്കിലും ഇസ്ലാമോഫോബിയയും ഹിന്ദു ഫോബിയയും തെറ്റാണെന്ന് പറയും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ അത് പലപ്പോഴും ഉണ്ടാകാറില്ലെന്നുള്ളതാണ് പ്രശ്നം. ബാബറി മസ്ജിദ് തകർന്നു വീഴുന്നത് ഇന്ത്യയുടെ ആത്മാവിനേറ്റ മുറിവാണ്. അതേപോലെ കാശ്മീരി പണ്ഡിറ്റുകൾ 4-5 ലക്ഷം പേർ പുറത്താക്കേണ്ടി പോകുന്നതും ഇന്ത്യയുടെ ആത്മാവിനേറ്റ മുറിവാണെന്ന് ശ്രീ എ റഹീം പറയുമെന്നുള്ള പ്രതീക്ഷയാണ് പലപ്പോഴും എനിക്കുള്ളത്. അപ്പൊ അത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാറില്ല. അവിടെയാണ് ഈ കപട മതേതരത്വത്തിന്റെ പ്രശ്നം വരുന്നത്. നമുക്കെല്ലാം ഓണസ്റ്റ്ലി രാഷ്ട്രീയം സംസാരിക്കാമല്ലോ. ഈ ലെഫ്റ്റിൽ നിൽക്കുന്ന ആൾക്കാർ പലപ്പോഴും ഒരു ഹിന്ദു ഫോബി അല്ലെങ്കിൽ ലെഫ്റ്റ് ലിബറൽസ് എന്ന് വിളിക്കുന്നവർ ഹൈന്ദവ ധർമ്മത്തോടും ഹിന്ദു മതത്തോടും ഈ രാജ്യത്തെ ഭൂരിപക്ഷ ജനതയോടും ഒരു ബഹുമാനമില്ലായ്മ പല കാര്യങ്ങളിലും കാണിക്കാറുണ്ട് എന്ന് തോന്നാറുണ്ട്. സർദാർ വല്ലഭായ് പട്ടേൽ അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ അവിടെയാണ് ചെങ്കോലിനെ ആദരിച്ചാൽ എന്ത് നഷ്ടം ഉണ്ടാകുക? നമ്മുടെ പാരമ്പര്യത്തെ, മുഗൾ പാരമ്പര്യത്തെ തള്ളിക്കളയണ്ട. പക്ഷെ അതിനു മുമ്പുള്ള റാണാ പ്രതാപോ ശിവാജിയോ ചോളന്മാരോ സംഘകാലമോ അല്ലെങ്കിൽ ഹൈന്ദവ രാജാക്കന്മാരെ അംഗീകരിച്ചാൽ തെറ്റൊന്നുമില്ല. അപ്പൊ അതിനെ പുച്ഛിക്കുന്ന, അതിനെ വേണ്ടെന്ന് പറയുന്ന മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ ആ സമീപനം എടുക്കൂ. അത് പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ അന്തർലീനമായ രാഷ്ട്രീയം, ഇതിലെ അണ്ടർലൈങ് ആയിട്ടുള്ള പൊളിറ്റിക്സ് അവിടെയാണ് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മഹാത്മാഗാന്ധി ജീവിച്ചിരുന്ന കാലത്താണല്ലോ ജവഹർലാൽ നെഹ്റുവിന് ഈ ചെങ്കോല് കൊടുത്തത്. എന്നിട്ട് അത് കൊണ്ടുപോയി പാർലമെന്റിൽ വെക്കാൻ മഹാത്മാഗാന്ധി പറഞ്ഞില്ല, നെഹ്റു അത് പാർലമെന്റിൽ വെച്ചുമില്ല, അത് മ്യൂസിയത്തിലായിരുന്നു എന്നുള്ള കാര്യം താങ്കൾക്ക് അറിയാത്ത കാര്യവുമല്ല. അപ്പൊ നമ്മുടെ വിഷയം അതല്ല ശ്രീ രാഹുൽ ഈശ്വർ. പിന്നെ ചെങ്കോലൊക്കെ പരാമർശ വിധേയമായതുകൊണ്ട് അതേക്കുറിച്ച് കുറച്ച് സംസാരിച്ചു പോയെന്ന് വെക്കാം. അഭിലാഷ് പറഞ്ഞതാണ് ക്രക്സ്. അല്ല, അഭിലാഷ് പറഞ്ഞതാണ് ക്രക്സ്. പറയപ്പെടുന്നത് എനിക്കറിയില്ല ശരിയാണോ എന്ന്, അങ്ങനെ അല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. കാശ്മീരി ബ്രാഹ്മണനായ വിഷയത്തിലേക്ക് പക്ഷേ ഉപയോഗിക്കേണ്ടതാണോ ചെങ്കോൽ? രാഹുലെ ശ്രീ അഭിലാഷ് ഒരു മിനിറ്റ് പറയൂ. രാഹുൽ വിഷയത്തിലേക്ക് വാ. വിഷയത്തിൽ പറയാൻ എനിക്കൊന്നുമില്ല എന്നിങ്ങനെ വിഷയം മാറിപ്പോയി പ്രഖ്യാപിക്കാതിരിക്കേ. രാഹുൽ എത്രയോ വർഷമായിട്ട് ടെലിവിഷൻ ഡിബേറ്റിൽ പങ്കെടുക്കുന്നയാളാണ്. അപ്പൊ രാഹുൽ ഈ വിഷയത്തിന്മേൽ അഭിപ്രായം പറ. പ്രധാനമന്ത്രി സഭയിൽ വരാത്തത് നല്ലത്, പാർലമെന്റിനുള്ളിൽ പറയട്ടെ. അപ്പൊ വിഷയത്തിലേക്ക് വാ. നിങ്ങൾ ഈ വിഷയത്തിന്റെ കണക്ക് പറ. നിങ്ങൾ ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ട് പോകാതിരിക്കും. ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ട് പോകാതിരിക്കും. കോൺഗ്രസ് CPM വിഭാഗീയത ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു എന്താണ് നടന്നതെന്ന് അറിയാൻ, ഒഫീഷ്യൽ പൊസിഷൻ എന്താണെന്ന് അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. അതിനാരും എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ ഒരു ജനത പോലും, ഒരു മനുഷ്യൻ പോലും അങ്ങനെയല്ല. ശരി, ഓക്കെ. ഇവിടെ നോക്കൂ, ഞാൻ ഇന്നലത്തെ ടെലിവിഷൻ ചർച്ചയിൽ വന്ന് രാഹുൽ പറയട്ടെ അത് ടെലിവിഷൻ ചർച്ചയിൽ വന്ന് ഒരു മിനിറ്റ് അത് ടെലിവിഷൻ ചർച്ചയിൽ വന്ന് രാഹുൽ ഈശ്വർ പറയേണ്ട കാര്യമാണോ, അതേ പാർലമെന്റിൽ വന്ന് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറയേണ്ട കാര്യമാണോ? പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എന്തുകൊണ്ട് പാർലമെന്റിൽ വരുന്നില്ല, ഇത് പറയുന്നില്ല? ഇതാണ് ചോദ്യം. അത് ശരിയോ തെറ്റോ? അവർ പാർലമെന്റിൽ അവരുടെ ഹാജർ എത്ര? അവർ പാർലമെന്റിൽ എത്ര തവണ വരുന്നു, എത്ര തവണ സംസാരിക്കുന്നു? എന്തേ അവർ സംസാരിക്കാത്തത്? അതൊരു ജനാധിപത്യ രാജ്യത്തിൽ ഭൂഷണമാണോ? അങ്ങ് നിഷ്പക്ഷമായ അഭിപ്രായം പറ. പറഞ്ഞോളൂ ശ്രീ രാഹുൽ. ചോദ്യം തീർച്ചയായിട്ടും നമുക്കെല്ലാം തീർച്ചയായിട്ടും എനിക്ക് ശ്രീ നരേന്ദ്രമോദിയെ വളരെ ഇഷ്ടമുള്ള, അദ്ദേഹത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ പ്രസ് മീറ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ ശ്രീ നരേന്ദ്രമോദി കൂടുതൽ പ്രസ് മീറ്റ് അല്ലെങ്കിൽ പ്രസ് മീറ്റുകൾ അഡ്രസ് ചെയ്തിരുന്നെങ്കിൽ തുടങ്ങിയ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു BJPയോ അല്ലെങ്കിൽ ഫാർ റൈറ്റ് നിൽക്കുന്നവർക്ക് പോലും അത്തരം കാര്യങ്ങളിൽ ശ്രീ നരേന്ദ്രമോദിജിയുടെ സമീപനം കുറെ കൂടെ മീഡിയ ഫ്രണ്ട്ലി ആയിരുന്നെങ്കിലെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകുന്നതിൽ തെറ്റില്ല. പക്ഷെ ഇവിടത്തെ പ്രശ്നം ഇത്തരം കാര്യങ്ങളെ ബാക്കിയുള്ള രാഷ്ട്രീയമായി കൂട്ടിക്കെട്ടി അങ്ങോ രാജ്മോഹൻ ഉണ്ണിത്താൻ സാറോ പറയുമ്പം അത് പ്രശ്നമല്ല. പക്ഷെ ഞാൻ അതിന്റെ അന്തർലീനമായ രാഷ്ട്രീയം പറയുമ്പോൾ അത് പ്രശ്നമാണെന്ന് പറയുന്നത്. അവിടെയാണ് ഇതൊരു ജെനുവിൻ റൈറ്റ് വേഴ്സസ് ലെഫ്റ്റ് ഡിബേറ്റ് ഇവിടെ നടക്കുന്നുണ്ട്. അതിന്റെ ആത്യന്തികമായ അന്തർലീന
മായ രാഷ്ട്രധാരകളെ കുറിച്ച് നമ്മൾ പറയുന്നതിന് മടിയില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ സാറുമാണ്. ജനാധിപത്യം വേഴ്സസ് സ്വേച്ഛാധിപത്യം എന്ന ഡിബേറ്റ് ആണ് ഇവിടെ നടക്കേണ്ടത്. നമുക്ക് ഡെമോക്രസി ആണോ അതോ മറ്റെന്തെങ്കിലും ക്രസി ആണോ എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ രാഹുൽ ഈശ്വർ അല്ല ഒരു കാര്യം അഭിലാഷ്, ഒരു കാര്യം രാഹുൽ ഈശ്വറെ, ഈ ലെഫ്റ്റ് വേഴ്സസ് റൈറ്റ് നിങ്ങളിപ്പോ ഇതിനെ എതിർക്കുന്ന, ചർച്ച ആവശ്യപ്പെടുന്ന ഇപ്പുറത്തെ വശത്ത് നിന്നവർ ശിവസേനയുണ്ട്. ശിവസേനയെ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടല്ലേ കൂട്ടാൻ പറ്റുള്ളൂ. നിങ്ങൾ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ വെച്ച് സംസാരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അത് റൈറ്റ് അല്ലേ? ഇപ്പൊ ലെഫ്റ്റ് വേഴ്സസ് റൈറ്റ് അല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം ജനാധിപത്യമാണ്. ജനാധിപത്യത്തെ കുറിച്ചുള്ള ആകുലത മാത്രമാണ്. നിങ്ങൾ ഈ എടുക്കുന്ന ഇപ്പുറത്ത് നിൽക്കുന്നതിൽ നോക്കൂ, ഒരു വിബ്ജിയർ കൊളീഷനാണ്, എല്ലാവരും ഉണ്ട് അതിനകത്ത്. ഒറ്റ കാര്യമുള്ളൂ, ഇത് അപകടം പിടിച്ച പോക്കാണ്, ഇത് ശരിയല്ല രാജ്യത്തിന് എന്ന അഭിപ്രായം, എന്നൊരൊറ്റ വികാരത്തിൽ, എന്നൊരൊറ്റ അഭിപ്രായത്തിലാണ് പ്രതിപക്ഷ യൂണിറ്റി ഇപ്പോൾ സാധ്യമാകുന്നത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ NDAയുടെ കൂടെയും NDAയെ പിന്തുണച്ച് NDAയുടെ പുറത്ത് നിൽക്കുന്ന ആളുകളുണ്ട്. അവരുടെയും മനസ്സിലിരിപ്പതാണ്. ഇപ്പൊ അന്ന് ഭംഗിയേന്ദ്രയാണ് സൂചിപ്പിച്ചല്ലോ, BJPയിലെ ഒരു വിഭാഗമുണ്ട്, അവരുടെയും മനസ്സിൽ ഇതാണ്. ഇതെന്ത് പോക്കാണ് ഈ പോകുന്നത്, ഇങ്ങനെയൊക്കെ പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരാണ്. ഇത് രാജ്യത്തിന്റെ പൊതുചിന്തയാണെന്നേ. അതിൽ ലെഫ്റ്റും റൈറ്റും ആയിട്ടൊന്നും നിങ്ങൾ അതിനെ കൂട്ടിമുട്ടിക്കണ്ട. അതല്ല അതിന്റെ യഥാർത്ഥം. യെസ്.